ഹലോ എവരി വൺ, വെൽക്കം ടു നീറ്റ്. പ്ലാന്റ് കിങ്ഡത്തിലെ ടെറിഡോഫൈറ്റ്സ് എന്നുള്ള പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ടെറിഡോഫൈറ്റ്സ്? ടെറിഡോഫൈറ്റ്സ് എന്ന ഗ്രൂപ്പിൽ ഹോഴ്സ്റ്റെയിൽസ് ആൻഡ് ഫേൺസ്, കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഹോഴ്സ്റ്റെയിൽസ് ആൻഡ് ഫേൺസ് അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സിൽ കാണപ്പെടുന്നത്. ഇതിനകത്ത് കൂടുതലും നമ്മൾ ഈ പ്ലാന്റ്സിനെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും സോയിൽ ബൈൻഡേഴ്സായിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ പ്രത്യേകത, ഇവരാണ് വാസ്കുലർ ടിഷ്യൂസ് ഉള്ള ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സിനകത്ത് ഉള്ള ചില സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസിനെയാണ് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അവരാണ് സൈലം, ഫ്ലോയം എന്ന് പറയുന്നവർ. സൈലോം ഫ്ലോയോ ആണ് വാസ്കുലർ ടിഷ്യൂസ് പ്ലാന്റ്സിൽ കാണപ്പെടുന്നത്. അങ്ങനെ വാസ്കുലർ ടിഷ്യൂസ് ഉള്ള ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ്. ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കരയിൽ ജീവിക്കുന്നവർ. ഇനി ഇവരെ എന്താണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസിലൊക്കെയാണ്. ചിലരൊക്കെ സാൻഡി സോയിൽ കണ്ടീഷൻസിൽ കാണപ്പെടും. ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ മെയിൻ പ്ലാന്റ് ബോഡി ഗമിറ്റോഫൈറ്റ് ആയിരുന്നു. പക്ഷേ ടെറിഡോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർക്ക് ട്രൂ റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ് ഉണ്ട്. അതായത് ശരിക്കുള്ള ലീവ്സും സ്റ്റെമ്മും റൂട്ടും ഒക്കെ ഇവർക്കുണ്ട്. ഇതുവരെ നമ്മൾ പഠിച്ച ആൽഗയ്ക്കും ബ്രയോഫൈറ്റ്സിനും ഒക്കെ താലോയിഡ് ബോഡി സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ലീവ്സ് ഉണ്ട്, സ്റ്റെമ്മുണ്ട്, റൂട്ടുണ്ട്. ലീവ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ചെറിയ ലീവ്സ് ആണെങ്കിൽ അതിനെ മൈക്രോഫിൽസ് എന്ന് പറയും, വലുതാണെങ്കിൽ മാക്രോഫിൽസ് എന്ന് പറയും. അങ്ങനെ മൈക്രോഫിൽസ് ഉള്ളതിനൊരു എക്സാമ്പിളാണ് സെലാജിനെല്ല, മാക്രോഫിൽസ് ഉള്ളതിന് എക്സാമ്പിളാണ് ഫേൺസ്. ഇനി നമുക്കറിയാം സ്പോറോഫൈറ്റ് ആണ് ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി. ഈ സ്പോറോഫൈറ്റിനകത്ത് ചില ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉണ്ട്. അതായത് ഇല പോലെ തന്നെ ഇരിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് സ്പോറോഫിൽസ് എന്ന് വിളിക്കുന്നത്. ഈ സ്പോറോഫില്ലിൻ്റെ അകത്താണ് സ്പൊറാഞ്ചിയ കാണപ്പെടുന്നത്. അതായത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ബോഡി, അതിനകത്ത് ചില സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് സ്പോറോഫിൽസ്. ഈ സ്പോറോഫിൽസിലാണ് സ്പൊറാഞ്ചിയ ഉണ്ടാവുന്നത്. സ്പൊറാഞ്ചി എന്താണ്? സ്പൊറാഞ്ചിക്കകത്തായിരിക്കുമല്ലോ സ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്പോറോഫില്ലിനകത്താണ് സ്പൊറാഞ്ചി ഇരിക്കുന്നത്. ഇനി സ്പോറോഫിൽസ് എന്താ, പല ഷേപ്പിലും പല സ്ട്രക്ചറിൽ, കോമ്പാക്റ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ ഫോം ചെയ്തിട്ട് സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ് എന്ന് പറയുന്നൊരു സ്ട്രക്ചറായിട്ട് മാറും. അതായത് സ്പോറോഫിൽസ് കോമ്പാക്റ്റ് സ്ട്രക്ചേഴ്സായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ് എന്ന് പറയും. ഇത് എല്ലാ സ്പീഷീസിലും കാണപ്പെടുന്നില്ല, ചില സ്പീഷീസിൽ. അങ്ങനെ സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ് കാണപ്പെടുന്ന സ്പീഷീസുകളാണ് സെലാജിനെല്ല, ഇക്വിസെറ്റം എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സ്പോറോഫൈറ്റിനകത്ത് സ്പോറോഫില്ലുണ്ട്. സ്പോറോഫില്ലിലാണ് സ്പൊറാഞ്ചി ഇരിക്കുന്നത്. സ്പൊറാഞ്ചിക്കകത്താണ് എന്ത്, സ്പോർ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ സ്പൊറാഞ്ചിക്കകത്തുള്ള ചില സെൽസാണ് സ്പോർ മദർ സെൽസ്. സ്പോർ മദർ സെൽസ് എവിടെ ഉള്ളവരാണ്? സ്പൊറാഞ്ചിക്കകത്തുള്ളവരാണ്. ഈ സ്പോർ മദർ സെല്ല് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ മദർ സെല്ലിൽ മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാവുന്നു. ഈ സ്പോർസ് ജേർമിനേറ്റ് ചെയ്തിട്ടാണ് ഗമിറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗമിറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. ഇനി ഇവരുടെ ഗമറ്റോഫൈറ്റിനെ നമ്മൾ പ്രോതാലസ് എന്നാണ് വിളിക്കുന്നത്. ടെറിഡോഫൈറ്റ്സിൻ്റെ ഗമറ്റോഫൈറ്റിനെ പ്രോതാലസ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോതാലസ് എന്താണ്? വളരെ ചെറിയതാണ്. കാണാനായിട്ട് സ്പോറോഫൈറ്റിനെ അപേക്ഷിച്ച് വളരെ ചെറിയ സ്ട്രക്ചറാണ്, പക്ഷെ മൾട്ടി സെല്ലുലാറാണ്. അതുപോലെ ഫ്രീ ലിവിങ്ങും ആണ്. പിന്നെ ഈ ഗമിറ്റോഫൈറ്റ് എന്താ, ഫോട്ടോസിന്തറ്റിക് ആണ്. കാരണം ഫ്രീ ലിവിങ് ആവുമ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ഫുഡ് അവർ തന്നെ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് ഇവർ ഫോട്ടോസിന്തറ്റിക്കും ആണ്. ഇനി ഗമിറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് ആന്തറീഡിയയും ആർക്കിഗോണിയയും ഇരിക്കുന്നത്. എന്താണ് ആന്തറീഡിയയും ആർക്കിഗോണിയയും? അതാണ് സെക്സ് ഓർഗൻസ്. അപ്പോൾ എന്താ പറഞ്ഞത്? സ്പോറോഫൈറ്റ് എന്ന് പറയുന്നതാണ് ടെറിഡോഫൈറ്റ്സിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ്. ഈ സ്പോറോഫൈറ്റിൻ്റെ അകത്ത് സ്പോറോഫിൽസ് എന്ന് പറഞ്ഞ ചില ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉണ്ട്. അതിനുള്ളിലാണ് സ്പൊറാഞ്ചിയ ഉള്ളത്. സ്പൊറാഞ്ചിയക്കകത്തിരിക്കുന്ന ചില സെൽസാണ് സ്പോർ മദർ സെൽസ്. ഇതിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാകുന്നു. ഈ സ്പോർസ് ജേർമിനേറ്റ് ചെയ്തിട്ടാണ്
മൾട്ടി സെല്ലുലാറും ഫ്രീ ലിവിങ്ങും ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഈ ഗ്യാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. കാരണം ഇവരുടെ ബോഡി താലോയിഡ് ബോഡിയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ടെറിഡോഫൈറ്റ്സിന് 2 റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ബോഡി താലസ് ആണ്, അല്ലെങ്കിൽ താലോഫൈറ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇവരുടെ ഗ്യാമറ്റോഫൈറ്റിനെ പ്രോതാലസ് എന്ന് വിളിക്കുന്നു. ഇനി ഗ്യാമറ്റോഫൈറ്റിൽ എന്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആയ ആന്തറീഡിയവും ആർക്കിഗോണിയവും ഉണ്ടാവുന്നുണ്ട്. ഇവരുടെ ആന്ത്രോസോയിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനും വാട്ടർ ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ വാട്ടറിലേക്ക് റിലീസ് ചെയ്ത മെയിൽ ഗമീറ്റ്സ് ആർക്കിഗോണിയത്തിൽ ചെന്നിട്ട് എന്താണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു മെച്വർ സ്പോറോഫൈറ്റ്, ഇതാണ് ഇവരുടെ ഡോമിനൻറ്റ് ഫേസ്. ഈ മെച്വർ സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിൽ സ്പോർസ് ഫോം ചെയ്യുന്നു. ഇതിനകത്താണ് സ്പൊറാഞ്ചിയ ഉള്ളത്. ഈ സ്പൊറാഞ്ചിയത്തിലെ സ്പോർ മദർ സെൽസിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാകുന്നു. അത് ജോമിനേറ്റ് ചെയ്തിട്ട് പ്രോതാലസ് അല്ലെങ്കിൽ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. ഈ ഗ്യാമറ്റോഫൈറ്റിലാണ് ആന്തറീഡിയവും ആർക്കിഗോണിയവും ഫോം ചെയ്യുന്നത്. വാട്ടറിൻ്റെ ഹെൽപ്പോടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് വീണ്ടും ഒരു സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നു. ഇനി സ്പോറോഫൈറ്റ് എങ്ങനെ മൾട്ടി സെല്ലാർ ആൻഡ് വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. കാരണം ഇതാണ് ഇവരുടെ ഡോമിനൻറ്റ് ഫേസ്. അപ്പോൾ അതെന്താണ് മൾട്ടി സെല്ലാറും വെൽ ഡിഫറൻഷിയേറ്റഡും ആണ്. ഗ്യാമറ്റോഫൈറ്റ്സും കൂൾ ഡാം ഷെയ്ഡി പ്ലേസസിലാണ് വളരുന്നത്. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു ഇവർക്കും എന്താണ് വാട്ടറിൻ്റെ ആവശ്യമുണ്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വാട്ടർ ഉള്ള റീജിയൻസിൽ മാത്രമായിട്ട് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഇവരുണ്ടാക്കുന്ന സ്പോർ ഫോർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സ്പോർസ് ഒരേപോലത്തെ ആണെങ്കിൽ അങ്ങനെയുള്ള ചെടികളെ ഹോമോസ്പോറസ് എന്ന് വിളിക്കും. ഇനി 2 ടൈപ്പ് സ്പോർസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെട്രോസ്പോറസ് എന്ന് വിളിക്കും. അതായത് ഒരു സ്പോർ വലുതായിരിക്കും, അതിനെ മാക്രോസ്പോർ എന്നും, ചെറിയ സ്പോർസ് ആണെങ്കിൽ മൈക്രോസ്പോർസ് എന്ന് വിളിക്കും. ഇങ്ങനെ 2 ടൈപ്പ് സ്പോർസ്, മൈക്രോസ്പോറും മാക്രോസ്പോറും ഉണ്ടാക്കുന്നവരെ ഹെട്രോസ്പോറസ് പ്ലാന്റ് എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് സെലാജിനെല്ലയും സാൽവിനിയയും ഒക്കെ. സെലാജിനെല്ലയും സാൽവിനിയയും. ഇനി ഈ മെഗാസ്പോർസ് വളർന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. മൈക്രോസ്പോർ വളർന്നാൽ എന്താവും? മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. അപ്പം നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ സ്പോർ ഫോർമേഷനൊക്കെ. സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോർ ഉണ്ടായി. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്താണ് ഗ്യാമറ്റോഫൈറ്റ് ആകുന്നത്. അപ്പോൾ ഈ സ്പോർ മൈക്രോസ്പോർ ആണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്നത് ഒരു മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ മെയിൽ ഗ്യാമറ്റോഫൈറ്റിൽ നിന്നാണ് ആന്ത്രീഡിയം ഫോം ചെയ്യുന്നത്. ഇനി മെഗാസ്പോർ ആണെങ്കിലോ അതിൽ നിന്നൊരു ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ് ഉണ്ടാവുന്നത്. അതിലാണ് ആർക്കിഗോണിയം ഉണ്ടാവുന്നത്. അപ്പോൾ മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്, മൈക്രോസ്പോറിൽ നിന്ന് മെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഇനി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് ഫ്രീ ലിവിങ് ആണ്. പക്ഷേ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് പേരൻറ് സ്പോറോഫൈറ്റിൽ കുറച്ച് കാലം നിൽക്കും. അതിനുശേഷം മാത്രമേ ഡിറ്റാച്ച് ചെയ്ത് മാറത്തുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് ആണ് പ്രോതാലസ്. ഇവർ ഫ്രീ ലിവിങ് ആണ്, കാരണം ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. പക്ഷേ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്താണ്? കുറച്ച് നാൾ സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൽ റീറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രീ ലിവിങ് ആയിട്ട് മാറത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉള്ളത്. അപ്പോൾ ഈ എഗ്ഗുമായിട്ടാണ് ആന്തറോസോയിഡ് ഫ്യൂസ് ചെയ്യുന്നത്. ആന്തറോസോയിഡാണ് മെയിൽ ഗമീറ്റ്. എന്നിട്ടുണ്ടാവുന്ന സൈഗോട്ട്, ഈ സൈഗോട്ട് എന്താണ്? ഈ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലിരുന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇവൻറ്റ് സീഡ് ഹാബിറ്റിൻ്റെ പ്രിക്കേഴ്സർ ആണെന്ന് പറയാം. അതായത് നമുക്കറിയാം സാധാരണ നമ്മൾ കാണുന്ന പ്ലാന്റ്സിലൊക്കെ സീഡ് ചെടിയുടെ ഉള്ളിൽ ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സീഡ് ഫോം ചെയ്യുന്നത്. അത് ചെടിയിൽ നിന്ന് തന്നെയാണ് അങ്ങനെ സീഡ് ഫോം ചെയ്യുന്നത്. ആ സീഡ് ഫോർമേഷൻ്റെ ഒരു പ്രിക്കേഴ്സറാണ് ഇതെന്ന് പറയാം. ഈ സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നത് സീഡ് ഹാബിറ്റിൻ്റെ ഒരു പ്രിക്കേഴ്സറാണെന്ന് പറയാം. ഇത് എവല്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇനി ഈ ടെറിഡോഫൈറ്റ്സിനെ തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിൽ 4ആയിട്ട്
ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിലോപ്സിഡ ആദ്യത്തേതാണ് സിലോപ്സിഡ, പി സൈലൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് സിലോട്ടം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, സിലോട്ടം. സിലോപ്സിഡയുടേതാണ് സിലോട്ടം. അടുത്തത് ലൈക്കോപ്സിഡ. ലൈക്കോപ്സിഡയാണ് സെലാജിനെല്ലി ലൈക്കോപോഡിയം. സ്ഫീനോപ്സിഡ, ഇക്വിസെറ്റം. ടെറോപ്സിഡ അതാണ് ഡ്രയോപ്റ്റെറിസ്, ടെറിസ്, അഡിയാൻഡം. ഈ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം കറക്റ്റായിട്ട്, കാരണം ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലത് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ടെറിഡോഫൈറ്റ്, അല്ലെങ്കിൽ ഏതാണ് ബ്രയോഫൈറ്റ്, അല്ലെങ്കിൽ ഏതാണ് ലൈക്കോപ്സിഡ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ എക്സാമ്പിൾസും ഏതിൻ്റെയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് ടെറിഡോഫൈറ്റ്സിനെ പറ്റിയുള്ളത്. അപ്പോൾ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഇവരാണ് ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ്. അതുപോലെ ഇവർക്ക് ട്രൂ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എല്ലാം ഉണ്ട്. പിന്നെ സ്പോർ ഫോർമേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഫ്ലവറും ഫ്രൂട്ടും സീഡും ഒന്നും ഇല്ല. ഇനി സ്പൊറാഞ്ചിയൊക്കെ എങ്ങനെയാണ്? സ്പോറോഫിൽസിനകത്താണ് സ്പൊറാഞ്ചി ഉള്ളത്. ഇവർ സ്ട്രോബിലി, അങ്ങനെ സ്ട്രോബിലി എന്ന് പറയുന്നൊരു സ്ട്രക്ചറായിട്ട് മാറാറുണ്ട്, സ്പൊറാഞ്ചി ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട്. ഇനി ഇവരുടെ ഫെർട്ടിലൈസേഷനും വാട്ടർ എസെൻഷ്യലാണ്. ടെറിഡോഫൈറ്റിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്, അതായത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ സ്പോറോഫൈറ്റിലാണ് സ്പോറോഫില്ലുള്ളത്. സ്പോറോഫില്ലിൻ്റെ അകത്താണ് സ്പൊറാഞ്ചിയ ഉള്ളത്. സ്പൊറാഞ്ചിക്കകത്ത് എന്തുണ്ട്? സ്പോർ മദർ സെല്ലുണ്ട്. സ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ടാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് സ്പോർസ് ഉണ്ട്, മൈക്രോസ്പോറും ഉണ്ട്, മെഗാസ്പോറും ഉണ്ട്. മൈക്രോസ്പോറ് ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? മെയിൽ ഗെമറ്റോഫൈറ്റ്. മെയിൽ ഗെമറ്റോഫൈറ്റിൽ നിന്നാണ് ആന്തറിഡിയം ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ ഉണ്ടായ സ്പോർസ് മെഗാസ്പോർ ആണെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഈ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിനകത്താണ് ആർക്കിഗോണിയം ഫോം ചെയ്യുന്നത്. ആർക്കിഗോണിയത്തിലാണ് എഗ് സെല്ലുള്ളത്. ഇനി ഇവരുടെ ഗാമറ്റോഫൈറ്റ്, അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമറ്റോഫൈറ്റിനെ പ്രോതാലസ് എന്നാണ് വിളിക്കുന്നത്. ഈ പ്രോതാലസ് എന്താണ്? ഫ്രീ ലിവിങ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി ഈ ആർക്കിഗോണിയത്തിലുള്ള എഗ്ഗിൻ്റെയും ആന്ത്രിഡിയത്തിലുള്ള ആന്ത്രോസോയിഡ്സിൻ്റെയും ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ ആവശ്യമാണ്. ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന സൈഗോട്ട് എന്താണ്? കുറച്ച് നാൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം മെച്യൂർ സ്പോറോഫൈറ്റായിട്ട് മാറും. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷൽ. 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്ഫീനോപ്സിഡ, ടെറോപ്സിഡ. പിന്നെ ഇവരുടെ സ്പോറോഫൈറ്റിനെ പറ്റി, സ്പോറോഫൈറ്റിന് ലീഫുണ്ട്, സ്റ്റെമ്മുണ്ട്, റൂട്ടും ഉണ്ട്. ഇതാണ് ഇവരുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ്. ഇവരെ എന്താ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ചിലതിനെയൊക്കെ വെജിറ്റബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് അസോള. അസോള അല്ലെങ്കിൽ വാട്ടർ ഫേൺ. ഇതിനെ നമ്മൾ പാഡി ഫീൽഡ്സിലൊക്കെ ഒരു മാന്യൂറായിട്ട്, വളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഗ്രീൻ മാന്യൂറായിട്ട് യൂസ് ചെയ്യുന്നു. ചിലതിനൊക്കെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. പിന്നെ സോയിൽ കൺസർവേഷനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ടെറിഡോഫൈറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. ഇനി MCQs നോക്കാം. ഹെറ്ററോസ്പോറി ഇൻ സെലാജിനെല്ല റെഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ്, അതായത് സെലാജിനെല്ല ഒരു ഹെട്രോസ്പോറസ് പ്ലാന്റ് ആണ്. ഈ ഹെട്രോസ്പോറസ് എന്ന് അല്ലെങ്കിൽ ഹെട്രോസ്പോറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഹെട്രോസ്പോറസ് എന്ന് പറഞ്ഞാൽ? 2 ടൈപ്പ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ. ഒരേ ടൈപ്പ് സ്പോർസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഹോമോസ്പോറസ് എന്ന് വിളിക്കുന്നു. 2 ടൈപ്പ് സ്പോർസ് ആണെങ്കിൽ ഹെട്രോസ്പോറസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് 2 ടൈപ്പ് സ്പോർസ്? മൈക്രോസ്പോർസും ഉണ്ട്, പിന്നെ എന്തുള്ളത്? മാക്രോസ്പോർസും ഉണ്ട്, അല്ലെങ്കിൽ മെഗാസ്പോർസ് എന്നും പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡോമിനൻറ്റ് ജനറേഷൻ ഇൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ് ഏതാണ്? സ്പോറോഫൈറ്റ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ആണ് ഡോമിനൻറ്റ് ഫേസ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെട്രോസ്പോറസ്?
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഹെട്രോസ്പോറസ് ആയിട്ടുള്ളത്, അതായത് 2 ടൈപ്പ് സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലൈക്കോപോഡിയം, സെലാജിനെല്ല, ഇക്വിസെറ്റം, ഡ്രയോപ്റ്ററിസ്. ഏതാണ് സെലാജിനെല്ല? ഫസ്റ്റ് ക്വസ്റ്റ്യനിലും അതേപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സെലാജിനെല്ലയാണ് ഹെട്രോസ്പോറസ്. ദ ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ് ടു അപ്പിയർ ഓൺ ലാൻഡ് വെയർ, അതായത് ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, വാസ്കുലർ പ്ലാന്റ്സ് ഏതാണ്? ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ് ഏതാണ്? ടെറിഡോഫൈറ്റ്സ്. വാസ്കുലർ ടിഷ്യൂസ് ആണ് സൈലോം ഫ്ലോയും. ഇത് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ്. ഇത് ആദ്യമായിട്ടുണ്ടായത് ടെറിഡോഫൈറ്റ്സിലാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഗമിറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ഈസ് കോൾഡ്. ടെറിഡോഫൈറ്റ്സിൻ്റെ ഗമിറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? പ്രോതാലസ്. കാരണം ഇവരുടെ ബോഡി താലോയിഡ് ബോഡിയാണ്, അതുകൊണ്ട് പ്രോതാലസ് എന്ന് വിളിക്കുന്നു. പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോസസിലൊക്കെ കാണപ്പെടുന്ന ഗമെറ്റോഫൈറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആയിരുന്നു പ്രോട്ടോണിമ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, ടെറിഡോഫൈറ്റ്സ് പോസസ് സൈലം ആൻഡ് ഫ്ലോയം. ടെറിഡോഫൈറ്റ്സിന് സൈലവും ഫ്ലോയും ഉണ്ടെന്ന്. ഇത് കറക്റ്റായിട്ടുള്ളതാണ്, കാരണം ഇവരാണ് ഫസ്റ്റ് വാസ്കുലർ പ്ലാന്റ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്പോറോഫൈറ്റ് ഈസ് ദ ഡോമിനൻറ്റ് ജനറേഷൻ. ടെറിഡോഫൈറ്റ്സിൽ സ്പോറോഫൈറ്റ് ആണ് ഡോമിനൻറ്റ് ജനറേഷൻ. ഇതും കറക്റ്റാണ്. ദേ റീപ്രൊഡ്യൂസ് ബൈ സീഡ്സ്. ഇവർ സീഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. തെറ്റാണ്, ഇവർക്ക് സീഡ്സ് ഇല്ല, സ്പോർസ് ആണുള്ളത്. ഫെർട്ടിലൈസേഷൻ റിക്വയേഴ്സ് വാട്ടർ. ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം. കറക്റ്റാണ്. അപ്പം 1, 2, 4 അതാണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ ടൈപ്പാണ്. അസേർഷൻ, വാട്ടർ ഈസ് നെസസറി ഫോർ ഫെർട്ടിലൈസേഷൻ ഇൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിൻ്റെ ഫെർട്ടിലൈസേഷന് വാട്ടർ നെസസറിയാണ്. കറക്റ്റാണ്. റീസൺ, മെയിൽ ഗമീറ്റ്സ് ആർ ഫ്ലാജെല്ലേറ്റഡ് ആൻഡ് സ്വിം ടു ദ ആർക്കിഗോണിയം. മെയിൽ ഗമീറ്റ്സ് ഫ്ലാജെല്ലേറ്റഡ് ആണ്, ഇത് ആർക്കിഗോണിയത്തിലേക്ക് സ്വിം ചെയ്തു പോകുന്നു. ആർക്കിഗോണിയം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗനാണ്. അപ്പോൾ ഇതും റീസണും കറക്റ്റാണ്. അപ്പോൾ ഇതിന്, ഈ മെയിൽ ഗമീറ്റിന് ആർക്കിഗോണിയത്തിലേക്ക് സ്വിം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ ആവശ്യമാണ്. അപ്പോൾ റീസണും അസേർഷനും കറക്റ്റാണ്. റീസൺ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത്രയാണ് ടെറിഡോഫൈറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. സോ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗ്രൂപ്പായ ജിംനോസ്പേംസിനെ പറ്റി പഠിക്കാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.